ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉമ. മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഒണിയൻ റോസ്റ്റ് അല്ലെങ്കിൽ ഉള്ളിക്കറി എന്ന് പറയാൻ പറ്റില്ല, ഉള്ളി റോസ്റ്റ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം. അല്ലെങ്കിൽ അതിന് വളരെ കുറച്ച്, നമുക്ക് അധികം കൂടുതലൊന്നും വേണ്ട, അധികം സമയം എടുക്കത്തില്ല. അപ്പോൾ ഉള്ളി വഴറ്റി വരുന്ന ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഡിഷും നമുക്ക് തയ്യാറാക്കാം. ചപ്പാത്തി, അപ്പം, അതുപോലെ ചോറിനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പം ഇതിനെടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്, അത് ചെറിയ സവോള ആയതുകൊണ്ട് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം വരെ എടുക്കാം. അപ്പോൾ അതിന് ഞാൻ വേറെ എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് പോർഷൻ നാരങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക് 2 പച്ചമുളക്, എരിവ് ഞാൻ മുളക് പൊടിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഒരു ഉള്ളി റോസ്റ്റ് അല്ലെങ്കിൽ ഓണിയൻ റോസ്റ്റ് തയ്യാറാക്കാം. ഞാനതിന് ഇപ്പം ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം. അതിലേക്ക് തന്നെ സവോള കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് സവോളയൊക്കെ ഇതുപോലെ തന്നെ അരിയണം എന്നില്ല, ഇത് അല്ലാണ്ട് ചെറിയ രീതിയിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ പച്ചമുളകും എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ പകുതി, ഞാനൊരു 2 തണ്ട് കറിവേപ്പിലകളും എടുത്തിട്ടുണ്ട്. അത് ഇപ്പം കറിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമില്ല, അതിൽ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. ബാക്കി നമുക്ക് ലാസ്റ്റിലിടാം. ഇതിന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പം കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പ്, സവോള ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വഴണ്ടി വരും. ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അങ്ങോട്ട് വെച്ചോട്ടെ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ആവി എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ക്വാണ്ടിറ്റി തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ വളരെ കുറച്ച്, നമുക്കൊരു ഒരു കളറിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പിഞ്ച് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ നമുക്ക് നാരങ്ങാ നീര് ഹാഫ് പോർഷൻ അതുകൂടി, അതിൻ്റെ അരി മാറ്റിയിട്ട് ആ കുരു നീക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 1 മിനിറ്റ് നമ്മൾ ഏകദേശം അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ അടിയിലൊരു ചെറിയൊരു കോട്ടിങ് പോലെ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇപ്പോൾ ഇതുവരെ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മറ്റ് മസാലകൾ ചേർക്കാം. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റണം. കാര്യം എന്തോ പറയണ്ടേ, പൊടിയുടെ ആ പച്ചമണം മാറണം. ഞാനിപ്പോൾ ഏകദേശം 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് എരിവനുസരിച്ച്, ഇത് കാശ്മീരി പൊടിയാണ്, അപ്പോൾ കളറ് കിട്ടുകയും ചെയ്യും, എരി കുറവുമാണ്. അതുകൊണ്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടുതൽ വേണ്ട. അതിൻ്റെ ആ മല്ലിയുടെ ഒരു കൊത്ത് ഭയങ്കര ആ ഒരു ടേസ്റ്റ് ചിലപ്പം കറിയുടെ ടേസ്റ്റ് മാറ്റും. ഇനി നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ഞാൻ 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാൻ 1 മിനിറ്റോളം തന്നെ അടച്ച് വെച്ച് ആ പൊടിയെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എണ്ണ തെളിഞ്ഞ്, ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ തെളിഞ്ഞ് വന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഈ സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ തക്കാളി ഇനി ഒന്ന് ഉടഞ്ഞു വരണം. നമ്മൾ നാരങ്ങാ നീര് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തക്കാളി ഇത്രയും തന്നെ മതിയാകും. ഇനി കൂടുതൽ തക്കാളിയൊന്നും എടുക്കണ്ട. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് റോസ്റ്റായിട്ട് നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതുകൊണ്ട് നമുക്കിനി തക്കാളി ഒന്ന് വെന്ത് ഇതിനൊപ്പം ഉടഞ്ഞു വരുന്നത് വരെ കൂടി
ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഈ 5 മിനിറ്റിനകത്ത് ഇടയ്ക്ക് ഒരു 1-2 തവണ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇതിപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിതുവരെ മസാല പൊടി ചേർത്തിട്ടില്ല. പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ആകെ ചേർത്തിട്ടുള്ളത്. നമുക്കിനി മസാലപ്പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കിനും നമുക്ക് ഓഫ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണോളം മസാലപ്പൊടി, വെജിറ്റബിൾ മസാലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇതിനി നമുക്കൊന്ന് നന്നായിട്ട് ഇതേ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ബാലൻസ് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പിന്നെ ഓപ്ഷനിലാണ് മല്ലിയില. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം നമുക്കിതൊരു കേരള സ്റ്റൈൽ ആയതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. നമുക്ക് കറിവേപ്പില ചേർത്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഒരു ഇത്തിരി ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലി ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എന്തോരം സവോള എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എത്ര പേരുണ്ടെന്ന് നോക്കുക. അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ സവോള എടുക്കുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മാത്രമേ വേണ്ടൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. 5 ചെറിയ സവോള എടുത്തിട്ട് തന്നെ എനിക്കിപ്പം ഇത്ര റോസ്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഓണിയൻ റോസ്റ്റ് അല്ലെങ്കിൽ ഉള്ളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, അപ്പം എല്ലാത്തിനും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നീട് ഇതിനകത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ ഗ്രേവി ആയിട്ട് തന്നെ എടുക്കാം. ഇതിപ്പം റോസ്റ്റായിട്ട് എടുക്കുമ്പോഴത്തേക്കിനും ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പരുവം. നമ്മൾ ഗ്രേവി ആക്കുന്നില്ല. ഗ്രേവി ആക്കുമ്പോൾ അത് കറിയാവും. അപ്പോൾ നമ്മുടെ ഓണിയൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫൈനലി നമ്മുടെ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ഓണിയൻ റോസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം. ഞാൻ ആ ഉള്ളി വഴറ്റിയപ്പോൾ ഇട്ട ഉപ്പ് എനിക്ക് ഫൈനലി ലാസ്റ്റ് എത്തിയപ്പോൾ എനിക്കത് കറക്റ്റ് ഉപ്പായിരുന്നു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഞാൻ രണ്ടാമത് ഉപ്പിട്ടില്ല എന്ന ഒരു തോന്നൽ വേണ്ട. കാര്യം ഞാൻ ഇട്ട ഉപ്പ് വഴണ്ടി വന്നപ്പം എനിക്ക് കറക്റ്റ് ടേസ്റ്റിനുള്ള കണക്കിന് ആ ഒരു എനിക്ക് ഉപ്പ് അത് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒണിയൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് സ്പൈസി ആയിട്ടുള്ള നല്ല ഒണിയൻ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.